ഹലോ, സോൾട്ട് ആൻഡ് പേപ്പറിൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു വിഭവമാണ്. അതിന്റെ പേരാണ് ബീഫ് ഉലർത്ത് റോസ്റ്റ്. നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെളിച്ചെണ്ണ 250 ഗ്രാം, ഇഞ്ചി ആവശ്യത്തിന്, വെളുത്തുള്ളി ചതച്ചത് 3 ടീസ്പൂൺ, തക്കാളി 4 എണ്ണം, പച്ചമുളക് ആവശ്യത്തിന്, സവോള അരിഞ്ഞത് 3 സ്പൂൺ, ഉലുവ 1 സ്പൂൺ, പെരിഞ്ചീരകം 1 സ്പൂൺ, മല്ലിപ്പൊടി 6 സ്പൂൺ, മസാല വറുത്തത് 3 സ്പൂൺ. ഈ മസാലയിൽ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല എന്നിവ കൂടി ചേർന്ന് വരും. കുരുമുളക് പൊടി 2 ടീസ്പൂൺ, മൈദ 1 സ്പൂൺ, ഉപ്പ് 1/2 സ്പൂൺ, മുളക് പൊടി 5 സ്പൂൺ, മല്ലിയില ആവശ്യത്തിന്, പുതിനയില ആവശ്യത്തിന്. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ബീഫ് ഉലർത്ത് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വലിയ ഒരു ചീനിച്ചട്ടി ചൂടാക്കി അതിലേക്ക് 250 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, സവാള അരിഞ്ഞത്, പച്ചമുളക് എന്നിവ ചേർത്ത് വഴറ്റാം. അതിനുശേഷം മല്ലിപ്പൊടി 6 സ്പൂൺ, മസാല 3 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ, മൈദ 1 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഇതിനൊപ്പം മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി വഴറ്റണം. ഇവയൊന്ന് മൂത്ത് വരുമ്പോൾ മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിച്ച് വച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഗ്രേവിക്ക് വേണ്ടി നമുക്ക് സ്റ്റോക്ക് വാട്ടർ ആവശ്യത്തിന് ചേർത്ത് നന്നായി ഇളക്കാം. നന്നായി ഇളക്കിയ ശേഷം മാറ്റിവെക്കണം. ഇനി ഒരു ചീനച്ചട്ടിയില് വെളിച്ചെണ്ണ 50 ഗ്രാം ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക്, ഉലുവ, പെരിഞ്ചീരകം, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി, സവോള, തക്കാളി, കറിവേപ്പില, മല്ലിയില, പുതിനയില എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയ ശേഷം 1 സ്പൂൺ മസാലയും ചേർത്ത് തയ്യാറാക്കി മാറ്റി വച്ചിരിക്കുന്ന ബീഫിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായി ഇളക്കിയ ശേഷം ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. രുചികരമായ ബീഫ് ഉലർത്ത് റോസ്റ്റ് റെഡി. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഒപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.